മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ ഫിയാറ്റ് മിഷന്റെ ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻസിന്റെ വേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആസാമിലുള്ള ഗുവാഹത്തി അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത മാർ ജോൺ മുലഞ്ചിറ പിതാവാണ്. പിതാവെ, ശാലോം ന്യൂസിലേക്ക് സ്വാഗതം. നന്ദി. പിതാവെ, എന്താണ് മിഷൻ? ആരാണ് മിഷണറി? മിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം, ഈശോയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് മിഷണറീസ്മാർ. ആ മിഷനാണ് ഈശോയെപ്പറ്റി പറയുക. അത് പലതരത്തിലും പറ്റും. സ്കൂൾ വഴിയോ, വില്ലേജ് വിസിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ, ഇതൊക്കെ ചെയ്യുന്നവരാണ് മിഷണറിമാർ. പിതാവ് വൈദിക വിദ്യാർത്ഥിയായി തേസ്പൂർ രൂപതയിലായിരുന്നു. തേസ്പൂർ രൂപതയിൽ തന്നെ വൈദികനായിട്ടും സേവനമനുഷ്ഠിച്ചു. പിന്നീട് ആസാമിലുള്ള ദീപൂർ രൂപതയുടെ മെത്രാനായി, പിന്നീട് ഗുവാഹത്തിയിലെ മെത്രാപ്പൊലിത്തയായി. ഈ ജീവിതത്തില് എന്താണ് മിഷൻ പ്രവർത്തനത്തില് മാറ്റമായിട്ട് തോന്നിയത്? മിഷൻ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ പുരോഹിതനാണ്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടങ്ങളിൽ ഇടവകളില്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ നമ്പർ വളരെ കുറവായിരുന്നു. അതേപോലെ മിക്കവാറും മിഷണറിമാരെല്ലാം വിദേശത്തു നിന്ന് വന്നവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മിഷണറിമാർ വന്നു. ഇപ്പോൾ മിക്കവാറും എല്ലാവരും ആ നാട്ടുകാർ തന്നെയാണ് മിഷണറിമാർ. അതേപോലെ തന്നെ ഇപ്പം പണ്ടത്തെ കഴിഞ്ഞ് ഒത്തിരി സൗകര്യങ്ങളുണ്ടായി. കൂടുതൽ ഇടവകളുണ്ട്, അച്ഛന്മാർക്ക് പോകാനായിട്ട് വണ്ടികളുണ്ട്, ഗ്രാമം തോറും പോകാനായിട്ടുള്ള പള്ളികളുണ്ട്. ഈ മിഷണറിമാരുടെ പ്രവർത്തനം വഴി അവിടുത്തെ ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പഠന സ്ഥിതിയും അവരുടെ എക്കോണമിയും അതൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടു. അതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. ഇത്രയും കാലയളവിൽ പിതാവിന് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു അനുഭവം ഏതായിരുന്നു മിഷൻ പ്രവർത്തനത്തിൽ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വികാരിയായിരുന്ന കാലങ്ങളിൽ ഒരു ദിവസം ഒരു ഗ്രാമത്തിലേക്ക് പോയി. ഞങ്ങളുടെ ഗ്രാമത്തിൽ കുർബാനയുണ്ട്. ആ ഗ്രാമത്തിലുള്ള ചുറ്റുമുള്ള വീട്ടുകാരെല്ലാവരും കുർബാനയ്ക്ക് വരും. ആ കുർബാനയുടെ സമയത്ത് എല്ലാവരും അവരുടെ കാഴ്ചവെപ്പുകൾ കൊണ്ട് വരും. ഞാൻ നോക്കിയപ്പോൾ ആ ലൈനിൽ നിൽക്കുന്നു ഒരു ചേടത്തി. മിക്കവാറും ഞായറാഴ്ച തോറും എൻ്റെ അടുത്ത് ഭിക്ഷയ്ക്ക് വരുന്ന ചേടത്തിയാണ്. ആ ചേടത്തിയുടെ കയ്യിലും ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴുണ്ട് ഒരു വെള്ളരിക്കായുടെ പകുതി കഷ്ണമാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ചോ, എനിക്ക് തരാൻ വേറെ ഒന്നുമില്ല. എൻ്റെ പറമ്പിൽ ഒരു വലിയ വെള്ളരിക്ക ഉണ്ടായി. പകുതി ഞാൻ എനിക്കും എൻ്റെ മകനും വേണ്ടി മാറ്റിവെച്ചു, പകുതി പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ ചേട്ടത്തിയുടെ വിശ്വാസം കണ്ടിട്ട് എൻ്റെ ഹൃദയം അലിഞ്ഞുപോയി. ആ ചേട്ടത്തി വന്നിട്ട് എന്നോട് 10 രൂപ ചോദിക്കും, ചിലപ്പോൾ 20 രൂപ ചോദിക്കും. ചേട്ടത്തി എന്നാ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത്ര നിഷ്കളങ്കിയായ ഒരമ്മയാണ്, ഒരു മന്ദബുദ്ധിയായ മകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. പക്ഷേ ആ അമ്മയുടെ ജനറോസിറ്റി കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഹൃദയം അലിഞ്ഞുപോയി. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ഗുവാഹത്തി അതിരൂപതയിൽ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒരു മിഷൻ എക്സ്പോഷർ പ്രോഗ്രാം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആസാമിലുള്ള എല്ലാ സെമിനറി പഠിക്കുന്ന പിള്ളേരെയും, അസ്പരൻറ്റേറ്റിലും നൊവിഷ്യേറ്റിലും പഠിക്കുന്ന പിള്ളേരെയും, ജൂനിയർ സിസ്റ്റേഴ്സിനെയും, ഞങ്ങൾ റീജിയൻസ് ചെയ്യുന്ന ബ്രദേഴ്സിനെയും, സെമിനറി പഠിക്കുന്ന പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഇടവക താമസിപ്പിക്കും. എന്നിട്ട് സ്കൂൾ റൂമിലോട് അവർ താമസിക്കാൻ പറയും. എന്നിട്ട് അവർക്ക് പഴയ മിഷണറിമാരെ കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ 9 മണി മുതൽ ഓരോരോ ഗ്രാമത്തിലേക്ക് 10 വരെ വെച്ച് വിടുകയാണ്. ഞാനും പോകും. പക്ഷേ ഞാൻ മിക്കവാറും ഈ ടീമിൻ്റെ കൂടെ പോകാറില്ല. ഞാൻ സ്വന്തം പോകും. പ്രത്യേകിച്ച് അസുഖമുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി അവരെ കാണാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും. എൻ്റെ കൂടെ 1-2 ഉപദേശിമാർ കാണും, ചിലപ്പോൾ ഡ്രൈവർ കാണും. പക്ഷെ ഞങ്ങൾ വഴിക്കോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ചേട്ടത്തിമാർ വിളിക്കും, അച്ചോ, ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിക്കും, നീ കത്തോലിക്കാണോ? അല്ല, ഞാൻ പ്രൊട്ടസ്റ്റൻ്റാ. പക്ഷെ പിതാവ് കയറി പ്രാർത്ഥിക്കാവോ? അങ്ങനെ അവർ എന്നെ വിളിച്ച് കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കും. അതും എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയിട്ടുണ്ട്. ഞാൻ മിഷണറിയാണ്, ലോകമായിട്ട് പോകുന്നുണ്ട്, അവരത് അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട് ഈ മിഷണറി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും. അത് എന്നെ ഒത്തിരി ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ മിഷൻ ജീവിതത്തിന്റെ കാലയളവിൽ പിതാവിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ദൈവവചനം ഏതാണ്? ഒത്തിരി വചനം എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ധ്യാനിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു സെൻറ്റൻസ് എടുത്ത് അതിനെപ്പറ്റിയാണ് ധ്യാനിക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോൺ 3:16 ഞാനത് സാധാരണ ഇംഗ്ലീഷിലാണ് പറയാറുള്ളത്.
God so loved the world that he gave his only begotten Son, so that whoever believes in him may not perish, but may have eternal life. ദൈവം മനുഷ്യനെ ഇതിന് മാത്രം സ്നേഹിച്ചു. അത് കാരണം തൻ്റെ ഏകപുത്രനെ മനുഷ്യന് വേണ്ടിയിട്ട് തന്നു. അവരെ ജഡ്ജ് ചെയ്യാനായിട്ടല്ല, പക്ഷേ അവർക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ട് ആണ്. അത് എനിക്കും തോന്നുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഞാൻ പാവം ചെയ്യാറുണ്ട്. അതേപോലെ മറ്റുള്ളവരെ എന്തൊക്കെയായാലും ദൈവം എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഓർത്തിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന കാരണം ആ ദൈവത്തെയും എനിക്ക് സ്നേഹിക്കണം, ആ സ്നേഹം പ്രവൃത്തികൾ വഴി കാണിക്കണം എന്നാണ് എൻ്റെ ജീവിതത്തിലെ താല്പര്യം. ഫിയാത്ത് മിഷന്റെ ഈ ഒരു മിഷൻ എക്സ്പോയെ കുറിച്ച് പിതാവിന്റെ 2 വാക്കുകളൊന്ന് ഷെയർ ചെയ്യാം. ഇത് ആദ്യമായിട്ടൊരു ലൈറ്റ് ആത്മീയ മൂവ്മെന്റ് ആണ്. അതിനകത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സ് ഇല്ല. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ശക്തി. അതുകൂടാതെ അവരെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇതൊക്കെ നടത്താൻ ഞങ്ങൾക്ക് കാശില്ല, കാശ് വരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടത്തുന്നത്. ധ്യാനമുണ്ട് അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന്, സെമിനേറിയൻസിന്. പിന്നെ പപ്പുരസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്, ഡോക്ടേഴ്സിൻ്റെ പ്രോഗ്രാമുണ്ട്, മാതൃവേദി, പിതൃവേദി, ഇവരുടെയൊക്കെ എല്ലാം പ്രോഗ്രാമുണ്ട്. ഇങ്ങനെ നമ്മുടെ ക്രിസ്ത്യ സഭയുടെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാരെ വിളിച്ച് അവർക്കൊരു പ്രേരണ നൽകുന്നുണ്ട്, ഒരു എന്തൂസിയാസം നൽകുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചത്, മിഷൻ അനുഭവങ്ങൾ ഷെയർ ചെയ്തത് ആസാമിലുള്ള ഗുവാത്തി അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത മാർ ജോൺ മുലച്ചിറ പിതാവാണ്. പിതാവെ, തീർച്ചയായിട്ടും പിതാവിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിതാവിന്റെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കൂടി ഓർക്കണം. താങ്ക് യു. നന്ദി. ഈശോ വിശേഷത്തെ ആയിരിക്കട്ടെ.